കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ രാജിന് ഇന്നിപ്പോ ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ജയിലിന് മുന്നിൽ സഖാക്കൾ കൊടുത്തൊരു സ്വീകരണമുണ്ട്. ആ പ്രവൃത്തിക്ക് ഒരു അഭിനന്ദനം ആദ്യം അറിയിക്കുകയാണ്. അധികാരം കിട്ടിയതിനു ശേഷം ചില ഒളിച്ചു കടത്തലുകൾക്കും ചിലരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് തെളിവൊന്നുമില്ലെങ്കിലും ആദ്യമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തു എന്നതിന്റെ പേരിൽ ജിതിൻ രാജിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതിയെ കിട്ടി എന്നൊരു ധ്വനി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഈ സമൂഹത്തിന് പരക്കെ ഒരു തോന്നൽ ഉണ്ടാക്കിക്കാൻ വേണ്ടി ലീഗും കോൺഗ്രസ്സുകാരും കൂടി ഒരു നാടകം കളിച്ച് ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ അതോടുകൂടി കാഫിർ സ്ക്രീൻഷോട്ടിൽ നാട്ടുകാർ ഒന്നടങ്കം ആ പ്രവൃത്തി ചെയ്തത് ജിതിൻ രാജും ഡിവൈഎഫ്ഐ ആണെന്ന് വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ നിഷ്കളങ്ക ചിന്ത അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി. അതിന്റെ പേരിൽ ജിതിൻ രാജ് എന്നൊരു ചെറുപ്പക്കാരനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒറ്റപ്പെടുത്താമെന്നോ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് അയാളാണെന്ന ചാപ്പ കുത്താമെന്നോ കരുതുന്നവർക്കുള്ള ഉത്തരമാണ് ഇന്നിപ്പോ ആ ചെറുപ്പക്കാരന് സഖാക്കൾ കൊടുത്ത ഈ സ്വീകരണം. ഇത് തന്നെയാണ് വേണ്ടത്. കാര്യം സഖാക്കന്മാർ ഏതെങ്കിലും കേസിൽ പെട്ട് കഴിയുമ്പോൾ മുമ്പേ ഒരു പ്രശ്നമുണ്ട്. വാർത്തയിലൂടെ എന്റെ ഇമേജിനെ ബാധിക്കുമെന്ന് കരുതിക്കൊണ്ട് പലരും ആ വ്യക്തിയെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പിന്തുണയ്ക്കാൻ തയ്യാറാകില്ല. കാര്യം മാധ്യമങ്ങളിലൂടെ നമുക്കെതിരെ വിമർശനം വന്നാലോ എന്ന് ഭയന്ന്. പക്ഷേ വടകരയിലുള്ള സഖാക്കൾ അതിൽ നിന്ന് വ്യത്യസ്തരായി. അവിടുത്തെ CPM ഏരിയ കമ്മിറ്റിയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ജയിലിന് മുന്നിൽ പോയി അദ്ദേഹത്തെ സ്വീകരിച്ച് കാൽനടയായിട്ട് അഭിവാദ്യം അർപ്പിച്ച് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തെറ്റ് ജിതിൻ ചെയ്തോ എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് നിർമ്മിച്ചതിന്റെ ഉറവിടം കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തൽക്കാലത്തേക്ക് കാഫിർ സ്ക്രീൻഷോട്ടിനെ കുറെ പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ പറയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ വേദന കൊള്ളുന്നവർ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വ്യാജ പ്രചരണം നടത്തുന്ന ഫാക്ടറിയാണ്. ജമാഅത്ത് ഇസ്ലാമികളും സുഡാപ്പികളും പ്രത്യേക PR വർക്കിന് വേണ്ടി അല്ലെങ്കിൽ നുണകൾ നിർമ്മിക്കാൻ, വ്യാജത്തരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെ ഇരുത്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർ ജിതിൻ രാജിനെ അങ്ങനെ ചാപ്പ കുത്തി ഒറ്റപ്പെടുത്തി ഈ സമൂഹത്തിന്റെ മുന്നിൽ ആ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് അയാളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നിടത്ത് അങ്ങനെ അയാളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആ സഖാവ് അത് ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ചേർത്ത് നിർത്തി സമൂഹത്തിന്റെ മുന്നിൽ അയാൾക്കൊപ്പം ഉണ്ടെന്നും അങ്ങനെ ഒരു കേസിൽപ്പെടുത്തി ഇല്ലായ്മ ചെയ്യാമെന്ന് ഒരു മൗദൂദി മോനും വിചാരിക്കേണ്ട എന്നുള്ള ഒരു ശക്തമായ സന്ദേശം കൊടുക്കുമ്പോൾ ഇത് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ പാർട്ടിയിൽ നിന്ന് ആഗ്രഹിക്കുന്നതും. ഇല്ലാത്ത കേസുകളിൽ അധികാരം ഉപയോഗിച്ച് പെടുത്തി അവരെ സമൂഹത്തിന്റെ മുന്നിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് ഒരുമിച്ച് നിന്ന് അവരെ പിന്തുണയ്ക്കേണ്ടതുണ്ട്, ചേർത്ത് പിടിക്കേണ്ടതുണ്ട്, അവർക്കൊപ്പം നിലകൊള്ളേണ്ടതുണ്ട്. അത് കൃത്യമായി ചെയ്തുകൊണ്ട് വടകരയിലെ സഖാക്കൾ ചെയ്ത ആ പ്രവർത്തനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.